കായംകുളം പുള്ളിക്കണക്ക് 309 നമ്പർ SNDP ശാഖായോഗത്തിൽ പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് 309 നമ്പർ SNDP ശാഖായോഗത്തിൽ പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ കൺവീനർ പനക്കൽ ദേവരാജൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ശാഖായോഗം പ്രസിഡന്റ് KV രജികുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്യാംലാൽ സ്വാഗതം പറഞ്ഞു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ സോണി VS, പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി ശൈലേഷ് KV, വൈസ് പ്രസിഡന്റ് പ്രദീപ്, രാജേന്ദ്രൻ, സുന്ദരേശൻ, രമേശ്, രാജു, ബിനു, സുരേഷ്, ബിനു എന്നിവർ സംസാരിച്ചു. നോട്ട് ബുക്ക് വിതരണം പരിപാടി മാത്രമായിട്ട് ഒതുക്കിയിരിക്കുക. അടുത്ത മാസത്തേക്ക് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് വീണ്ടും വെക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൽക്കാലികമായി 1-ാം തീയതി സ്കൂൾ തുറക്കുകയല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ബുക്ക് വേണമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ പരിപാടി അടിയന്തരമായി പ്ലാൻ ചെയ്തത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രായം നമുക്ക് മൊബൈലാണ് എഴുതാണ്. നമ്മുടെ ശാഖായോഗത്തിന്റെ നമ്പർ 309 ആണ്. അപ്പൊ എത്ര വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ ശാഖായോഗത്തിന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോഴത്തെ ശാഖായോഗത്തിന്റെ നമ്പർ 6000 നമ്മുടെ ശാഖ വിഭജിച്ചത്. അപ്പൊ അത്രയും ശാഖ എങ്ങനെയാ പുതുതായി ഉണ്ടാകുന്നത്? വീടുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ 400-ന് മുകളിൽ വീടുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും യോഗ തീരുമാനമനുസരിച്ച് ശാഖായോഗത്തിന് വിഭജനം ഉണ്ടാവും. നമ്മൾ കായംകുളം SNDP യൂണിയൻ രൂപീകരിക്കും 36 ശാഖായോഗമാണ് യൂണിയനുള്ളത്. ഇന്ന് 51 ശാഖായോഗമായി വർദ്ധിച്ചു. എങ്ങനെയാ വർദ്ധിച്ചത്? ഇതുപോലെ ശാഖയുടെ വിഭജനത്തിലൂടെയാണ്. അപ്പൊ വിഭജനത്തിലൂടെ നമ്മുടെ ശാഖയെ വിഭജിച്ചു. അപ്പൊ അത് രണ്ടായി അതിന്റെ അവകാശങ്ങൾ അതിന്റെ CDNet ന്യൂസ് കായംകുളം.